بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 49ാമത്തെ വീഡിയോ ആണ്. 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്നെടുക്കുന്നത്. ഇതിനു മുമ്പ് എടുത്ത 48 വീഡിയോകളിൽ പല സബ്ജക്റ്റുകളും എടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ 48ാമത്തെ വീഡിയോ അൽ കഹ്ഫ് സൂറത്തിൽ നിന്നുള്ള ആയത്തുകൾ തന്നെ. അതിൻ്റെ മുമ്പുള്ളതും 48ഉം 47ഉം അൽ കഹ്ഫ് സൂറത്തിൽ നിന്നുള്ള ആയത്തുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് 49ാമത്തെ വീഡിയോ. അതിലെടുക്കുന്നത് 26 മുതൽ 30 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർളി യബ്സുർ ബിഹി വഅസ്മിഉ മാ ലഹും മിൻ ദൂനിഹി മിൻ ശൈഇൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. 26ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അഅലമു, അല്ലാഹ്ക്ക് അറിയാം, ബിമാ ലബിസു, അസ്ഹാബുൽ കഹ്ഫ് എത്ര കാലമാണ് ആ ഗുഹയിൽ താമസിച്ചത് എന്നുള്ളത്. അല്ലാഹു അഅലം, അല്ലാഹുവിനറിയാം. ബിമാ ലബിസു, അവർ താമസിച്ചത് എത്ര കൊല്ലമാണെന്ന്. ലഹു, അള്ളാഹുവിനാണ്, അവനാണ് ഗൈബുസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ അദൃശ്യമായ കാര്യങ്ങളെല്ലാം അറിയ അള്ളാഹുവിനാണ്. ആകാശത്തിലെയും ഭൂമിയിലെയും അദൃശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനാണ് അതിനെ സംബന്ധിച്ചുള്ള അറിവ്. അബ്സുർ ബിഹി വ അസ്മിഉ, അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും എത്രയോ മഹത്തരം തന്നെ. മാലഹും മിൻ ദൂനിഹി മിൻ ശൈഇൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. മാലഹും, അവർക്കില്ല, മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത, മിൻ വലിയ്യിൻ, ഒരു സഹായിയുമില്ല. അവർക്ക് അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു സഹായിയുമില്ല. വലാ യുശ്രികു, അവൻ പങ്കു ചേർക്കുകയുമില്ല. ഫീ ഹുക്മിഹി, അവൻ്റെ അധികാരത്തിൽ, അഹദൻ, മറ്റൊരാളെയും. ഇത് 26ാമത്തെ ആയത്താണ്. ഇതിലിപ്പോൾ പറഞ്ഞതിൻ്റെ മൊത്തം മീനിങ് ഒന്ന് പറയാം. അള്ളാഹുവിനാണ് അസ്ഹാബുൽ കഹ്ഫ് എത്ര കൊല്ലം താമസിച്ചു ഗുഹയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ അറിവ് അള്ളാഹുവിനാണ് എന്ന് നബി അവരോട് പറയണം എന്ന് നബിയോട് കൽപ്പിക്കുകയാണ്. ആകാശഭൂമിയിലുള്ള എല്ലാ ദൃശ്യമായ കാര്യങ്ങളും ആശ്ചര്യകരമായ വിധം അള്ളാഹുവിനറിയാം, കേൾക്കാം. അവർക്ക് അള്ളാഹു അല്ലാത്ത ഒരു സഹായിയും ഉണ്ടാവുകയില്ല, ഇല്ലതാണ്. അള്ളാഹു അവൻ്റെ അധികാരത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കുകയുമില്ല. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞ 26. 27ാമത്തെ ആയത്ത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. വത്ലു, നബി ഓതിക്കേൽപ്പിച്ചു കൊടുക്കണം എന്ന് നബിയോട് പറയാം. വത്ലു, നബി പാരായണം ചെയ്ത് അവരെ കേൾപ്പിക്കുക. എന്ത്? മാ ഊഹിയ ഇലൈക, നിങ്ങളിലേക്ക് വഹിയ ദിവ്യ സന്ദേശം നൽകപ്പെട്ട കാര്യങ്ങൾ. മിൻ കിതാബി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഖുർആനിൽ നിന്ന്, കിതാബിൽ നിന്ന്. കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിന്ന്, സന്ദർഭോചിതമാണല്ലോ വഹി നൽകൽ റസൂലിന്. അങ്ങനെ 23 കൊല്ലക്കാലം കൊണ്ട് ആണ് ഖുർആനിൻ്റെ വഹി മുഴുവൻ റസൂലിന് പൂർണ്ണമായി കിട്ടിയത്.
23 കൊല്ലക്കാലം. അപ്പോൾ അള്ളാഹു ഖുർആനിൽ നിന്ന് വഹി അറിയിക്കുന്നത് എന്താണെങ്കിൽ അത് അവർക്ക് ഓതിക്കൊടുക്കണം. ആർക്ക്? ഈ ജനങ്ങൾക്ക്. ലാ മുബദ്ദില ലി കലിമാത്തിഹി, അവൻ്റെ കലിമത്തുകളെ, അവൻ്റെ കലാമിനെ മാറ്റിമറിക്കുന്ന ആരുമില്ല, ഒരാൾക്കും കഴിയില്ല. അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താനോ. അപ്പോൾ മുമ്പുള്ള കിതാബുകളിലൊക്കെ ജനങ്ങൾ ഹറമു ഹലാലഹ വഹല്ലലു ഹറാമഹ, അവർ തഹരീഫും തബ്ദീലും ഉണ്ടാക്കി. എവിടെ? തൗറാത്ത് പോലെയുള്ള, ഇഞ്ചീൽ പോലെയുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ തന്നെയാണ് തൗറാത്തും ഇഞ്ചീലും. അതിലെല്ലാം ജനങ്ങൾ തബ്ദീലും തഹരീഫും വരുത്തി. അതിലുള്ള ഹറാമുകളെ അവർ ഹലാലാക്കി, ഹലാലിനെ ഹറാമുമാക്കി. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു തിരുമറി നടത്താൻ ആർക്കും സാധ്യമല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തആല വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞു, ഖുർആനിനെ ഇറക്കിയത് നമ്മളാണ്, അതിനെ നമ്മൾ എല്ലാ നിലയിലും സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാ മുബദ്ദില ലി കലിമാത്തിഹി, അള്ളാഹുവിൻ്റെ കലാമിനെ മാറ്റിമറിക്കുന്ന ഒരാളുമില്ല. മാറ്റിമറിക്കാൻ സാധ്യമല്ല, ഒരു ചേഞ്ച് വരുത്താനും സാധ്യമല്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, വലൻ തജിദ, നീ എത്തിക്കുകയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, മുൽതഹദൻ, ഒരു മുൽത്തഹിദും എത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു അഭയസ്ഥാനം, മൽജ. മുൽത്തഹിദ് എന്ന് പറഞ്ഞാൽ മൽജ എന്നാണ്, അഭയസ്ഥാനം. എത്തിക്കുകയില്ല, അള്ളാഹുവിനെ കൂടാതെ ഒരു അഭയസ്ഥാനവും നിനക്ക് കാണാൻ സാധ്യമല്ല എന്ന് റസൂലിനോട് പറയാം. അപ്പോൾ 27-ാമത്തെ ആയത്ത് ഇതാണ്. ഇനിയുള്ള ആയത്ത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. 28-ാമത്തെ ആയത്താണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും എന്നുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഇതിൻ്റെ നുസൂല് നസലത്ത് ഫി ഉയൈനത്ത് ബിൻ ഹുസ്സൻ വഅസ്ഹാബു. ഉയൈനത്ത് ബിൻ ഹുസ്സൈൻ എന്ന് പറയുന്ന കക്ഷി മുസ്ലിമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒന്നിച്ച് റസൂലിൻ്റെ അടുത്ത് വന്നു. റസൂലിൻ്റെ അടുത്താണെങ്കിൽ എന്തോ ജമാഅത്തും മിനൽ ഫുഖറായി, കുറച്ച് പാവപ്പെട്ട ആളുകളുടെ ഒരു സംഘമുണ്ട് നബിയുടെ അടുത്ത്. സൽമാനുൽ ഫാരിസി, പിന്നെ ബിലാൽ, സുഹൈബ്, ഖബ്ബാബ്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. 2-4 പേര് പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങളാണ്. നേരത്തിനും ഭക്ഷണത്തിനും വകയില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ നബിയുടെ അടുത്തുണ്ട്. ഇവർ നബിയെ സന്ദർശിക്കുന്ന സമയത്ത് ഈ സൽമാനുൽ ഫാരിസി ആണെങ്കിൽ ഒരു കരിമ്പടത്തിൻ്റെ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് മൊത്തത്തിൽ വളരെ പാവപ്പെട്ടവനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ഈ ഉയൈനത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അമാ യൂദിക റീഹു ഹൗലായി, ഈ ആളുകളുടെ ഇവരെ വാസനിക്കുന്നത് കൊണ്ട് റസൂലിനൊരു ബുദ്ധിമുട്ടുമില്ലേ, മുഹമ്മദിനൊരു ബുദ്ധിമുട്ടുമില്ലേ എന്ന് റസൂലിനോട് ചോദിക്കുക. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പറയാണ്, ആര് ഉയൈനത്ത് ബിൻ ഹുസ്സൈൻ പറയാണ്,
ഞങ്ങളാണെങ്കിൽ മുതറിൽപ്പെട്ട പ്രത്യേക നേതാക്കന്മാരാണ്, മുതറ കബീലയിൽപ്പെട്ട. അതിലെ മാന്യന്മാരുമായ ആളുകളുമാണ് ഞങ്ങൾ. അവരെപ്പറ്റി പറയാം. ഞങ്ങൾ മുസ്ലിമായി കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും ഇസ്ലാമിലേക്ക് വരും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഇസ്ലാം മതം വിശ്വസിക്കാനുള്ള തടസ്സം ഒമായി എംനൗന മിൻ ഇത്തിബായിക്ക, നിങ്ങളോട് പിൻപറ്റുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്നില്ല. ഇല്ലാ ഹാ ഉലായി, ഈ ആളുകളല്ലാതെ. ഇവിടെ പറഞ്ഞ സൽമാനുൽ ഫാരിസിയും ബിലാല്, സുഹൈബ്, ഖബ്ബാബ്, ഈ 4 പേരും അല്ലാതെ ഇത്തരം ആളുകളാണ് ഞങ്ങളെ നിങ്ങളുടെ മതത്തിൽ ചേരുന്നതിനെ തടയുന്നത്. എന്തുകൊണ്ടാണ് തടയുന്നത്? അവർ പാവങ്ങളാണ്. അപ്പോൾ അവരൊന്നിച്ചിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവരെ നിങ്ങൾ ഒഴിവാക്കണം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പിൻപറ്റാം. ഇനി അതിന് പറ്റില്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു മജ്‌ലിസ് തയ്യാറാക്കണം, ഞങ്ങൾക്ക് വേറെ മജ്‌ലിസ്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലിന് ഈ നേതാക്കന്മാരാണെങ്കിലും ഇവർ വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിന് ഗുണകരമാവും എന്നുള്ള ചിന്തയൊന്നും റസൂലിന്. അതുകൊണ്ട് ഇവർ പറഞ്ഞതിനെ സംബന്ധിച്ച് വേണ്ടുന്നത് ചെയ്യാമെന്ന് റസൂല് അവരോട് പറയുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു സമീപനം റസൂലിൽ നിന്നുണ്ടായി. കാരണം ഇവരെല്ലാം മുസ്ലിമായി കഴിഞ്ഞാൽ ജനങ്ങളും ഇസ്ലാമിലേക്ക് വരും, അത് ഇസ്ലാമിന് ഗുണകരമാവുമല്ലോ. അതിൻ്റെ പേരിൽ റസൂല് ആ നിലയ്ക്ക് ചിന്തിച്ചു. ഇവർ പറഞ്ഞത് ചെയ്യാം എന്നുള്ള ഒരു നിലയിൽ അനുകൂലമായ ഒരു നിലപാടാണ് റസൂലിൽ നിന്ന് ഉണ്ടായത്. അവർ പറഞ്ഞ നിലയ്ക്ക് ചെയ്യാമെന്നല്ല, അവർക്ക് വേറെ ഒരു മജ്‌ലിസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആയപ്പോൾ ഉടനെ വഹി ഇറങ്ങുക. അപ്പോൾ ഈ ആയത്തിറങ്ങി. ഈ ആയത്തിൽ എന്താ പറയുന്നത്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശ്യി. വസ്ബിർ നഫ്സക, വസ്ബിർ നഫ്സക, നിങ്ങളുടെ മനസ്സിനെ ക്ഷമയോടെ ഉറപ്പിച്ചു നിർത്തണം. ആരോട് പറഞ്ഞ? റസൂലിനോട്. നിങ്ങളുടെ മനസ്സിനെ ക്ഷമയോടെ ഉറപ്പിച്ചു നിർത്തുക. മഅല്ലദീന യദ്ഊന റബ്ബഹും, മഅല്ലദീന ഒരു കൂട്ടരോടുകൂടെ. എങ്ങനെയുള്ള കൂട്ടർ? യദ്ഊന, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബഹും അവരുടെ രക്ഷിതാവിനോട്, ബിൽ ഗദാത്തി, രാവിലെയും വൽ അശ്യി, വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളോട് കൂടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. യുരീദൂന, അവരുദ്ദേശിക്കുന്നത് വജ്ഹഹു, അല്ലാഹുവിൻ്റെ വജ്ഹിനെ മാത്രമാണ്. അവർ അള്ളാഹുവിൻ്റെ വജ്ഹിനെ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുന്ന പാവപ്പെട്ട ആളുകളാണ്. അവരുടെ കൂടെ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം ക്ഷമയോടെ എന്നാണ് റസൂലിനോട് പറഞ്ഞത്. അപ്പോൾ ഇത് ഇറങ്ങാനുള്ള കാരണം വ്യക്തമായല്ലോ. മുമ്പ് പറഞ്ഞ കാര്യം ഉയൈനത്ത് ബിൻ ഹുസ്നും മറ്റേ അവരുടെ സുഹൃത്തുക്കളും കൂടി നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതിൻ്റെ മുമ്പ് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും പറഞ്ഞത്. ഒന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ കൂടെ നിങ്ങളുടെ മനസ്സിനെ ക്ഷമയോടെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തണം. വലാ തഅ്ദു ഐനാക, നിന്റെ 2 കണ്ണുകളും തിരിയാതിരിക്കട്ടെ. അൻഹും, അവരെ തൊട്ട് തിരിയാതിരിക്കട്ടെ. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലക്ക് ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ 2 കണ്ണുകളും അവരിൽ നിന്ന് തിരിയാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ
അവരെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന അവഗണിക്കുന്ന ഒരു നിലപാട് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, വലാ തഅദുനാക, നിങ്ങളുടെ രണ്ട് കണ്ണും അവരിൽ നിന്ന് തിരിഞ്ഞു പോവാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന നിലപാട് വരാതിരിക്കട്ടെ. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെയല്ല. വലാ തുത്യ, നിങ്ങൾ അനുസരിക്കരുത്. മൻ, ചിലരെ അഗ്ഫൽനാ ഖൽബഹു, അവരുടെ കൽബിനെ നാം അശ്രദ്ധമാക്കിയിട്ടുണ്ട്, അവരുടെ ഹൃദയത്തെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. ദിക്രിന, നമ്മളെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ ഹൃദയങ്ങളെ. വത്തബഅ ഹവാഹു, തന്നെയുമല്ല അവരുടെ ശരീര ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല കാന അംറുഹു ഫുറുത്താ, അവരുടെ കാര്യങ്ങളിൽ അവർ പരിധി വിട്ട് കടന്നിട്ടും ഉണ്ട്, അവരെ പരിധി ലംഘിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള 3 പ്രത്യേകതകൾ അവർക്കുണ്ട്. അവരുടെ കാര്യങ്ങളിൽ പരിധി ലംഘിക്കുകയും നമ്മളെ സ്മരിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളെ അശ്രദ്ധമാക്കുകയും അവരുടെ ശരീരേച്ഛകളോട് പിൻപറ്റുകയും ചെയ്ത ആളുകൾ, ഈ മൂന്ന് വിശേഷണങ്ങളുമുള്ള ആളുകൾ, ഇവരെ നിങ്ങൾ അനുസരിക്കരുത് എന്നുള്ളതാണ് റസൂലിനോട് പറയുന്നത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാത്തി വൽഅശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. 28-ാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇനി 29-ആണ്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീഥൂ യുഗാസൂ ബിമാഇൻ കൽമുഹ്ൽ യശ്വി الوجوه بئس الشراب وساءت مرتفقا. നബിയോട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, വഖുൽ, നബി പറയണം, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണിത്. ഫമൻ ശാഅ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫൽയുമിൻ, അവൻ സത്യവിശ്വാസിയാവട്ടെ, യഥാർത്ഥ വിശ്വാസിയാവട്ടെ. വമൻ ശാഅ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫൽയക്ഫുർ, അവൻ അവിശ്വാസിയാവട്ടെ. അപ്പം എങ്ങനെ വേണമെങ്കിലും അവർക്കാവാം. ഓരോരുത്തർ എന്താണോ ചിന്തിക്കുന്നതെങ്കിൽ അതുപോലെ ആവാം. ആരെയും നിർബന്ധിക്കുന്നില്ല എന്നർത്ഥം. സത്യവിശ്വാസിയായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, അവിശ്വാസിയായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ, തീർച്ചയായും നമ്മൾ തയ്യാർ ചെയ്തു. ഇന്നാ അഅ്തദ്നാ, തീർച്ചയായിട്ടും നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. ലിൽളാലിമീന, അക്രമികളായ ജനങ്ങൾക്ക് നാറാ, നരകശിക്ഷയെ. അഹാത ബിഹിം സുറാദിഖുഹാ, ആ നരകത്തിൻ്റെ അഗ്നിയുടെ കൂടാരം. അഹാത്ത, അവരെ വലയം ചെയ്തിരിക്കുന്നു. അഹാത്ത ബിഹിം, അവരെ വലയം ചെയ്തിരിക്കുന്നു. സുറാദിഖുഹാ, ഈ അഗ്നിയുടെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങനെയുള്ള നരകശിക്ഷ വാലിമീങ്ങൾക്ക് അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് നല്ല നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ ഉദ്ദേശിക്കുന്നവരങ്ങനെ ചെയ്യട്ടെ. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ആരെങ്കിലും അവിശ്വാസിയായി ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. വൈയസ്തഗീസു, അപ്പം ഇങ്ങനെയുള്ള നരകശിക്ഷയുള്ള അവരെ ആകെ വലയം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ നരകശിക്ഷയെ അനുഭവിക്കേണ്ടി വരും.
ആ അനുഭവിക്കുന്ന സമയത്ത് അവർ അവർ വെള്ളത്തിന് സഹായം അഭ്യർത്ഥിച്ചാൽ, വെള്ളം കിട്ടണമെന്ന് അഭ്യർത്ഥിച്ചാൽ യുവാസു അവർക്ക് സഹായം നൽകപ്പെടും. ബിമാ ഇൻ വെള്ളം, പാനീയം, അവർക്ക് നൽകപ്പെടുന്ന പാനീയം എങ്ങനെയുള്ളതായിരിക്കും? കൽമുഹലി, ഉരുകിയ ലോഹം പോലെയുള്ളതായിരിക്കും. നഹാസ്, ചെമ്പെല്ലാം ഉരുകി ലോഹമായി വരുമ്പോൾ അത് ഉരുകിയ ആ ലോഹം അത് വെള്ള രൂപത്തിലുള്ളതാണ് അവർക്ക് കുടിക്കാൻ നൽകുന്നത്. അവർ സഹായം അഭ്യർത്ഥിക്കുക, കുറച്ച് വെള്ളം കിട്ടണമെന്നുള്ള സഹായം അഭ്യർത്ഥിച്ചാൽ അവർക്ക് വെള്ളം നൽകപ്പെടും. എന്ത് വെള്ളം? ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളം. അതിൻ്റെ ഗുണം എന്താണ്? യശ്വിൽ വുജൂഹ, അത് കുടിക്കാൻ മുഖത്തിനോടടുപ്പിക്കും, വായോടടുപ്പിക്കുമ്പോഴേക്ക് തന്നെ യശ്വിൽ വുജൂ, മുഖങ്ങളെല്ലാം എരിച്ചു കളയുന്നതാണത്. മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് എല്ലാം മുഖത്തെ എരിച്ചു കളയും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താവും? ഷറാബ്, പാനീയം വളരെ മോശം. വിശ്രമസ്ഥലം വളരെ മോശം. പാനീയം, വിശ്രമസ്ഥലം എന്ന് പറഞ്ഞാൽ നരകം. അതിൽ നിന്ന് ലഭിക്കുന്ന പാനീയം എന്താ? അതിലും വലിയ മോശം. അങ്ങനെ മോശമായ, വളരെ നീചമായ പാനീയവും വളരെ മോശമായ വിശ്രമസ്ഥലവും അനുഭവിക്കേണ്ടി വരും. 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇതെല്ലാമാണ്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിസ്സാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസൂ യുഗാസൂ ബിമാഇൻ കൽമുഹൽ യശ്വിൽ വുജൂഹ ബിഅസ്ശറാബ് ബിഅസ്ശറാബ് വസാഅത് മുർതഫഖാ. 30-ാമത്തെ ആയത്ത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടര്. എങ്ങനെയുള്ള കൂട്ടർ? ആമനു, അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചു. അത് മാത്രവുമല്ല വഅമിലുസ്സാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലം ഇന്നാ ലാ നുദീഉ, തീർച്ചയായും നമ്മൾ പാഴാക്കുകയില്ല. അജ്റ മൻ അഹ്സന അമല, അജ്റ മൻ, ഒരുത്തൻ്റെ, ചില ആളുകളുടെ പ്രതിഫലത്തെ. എങ്ങനെയുള്ള ആളുകളാണ്? അഹ്സന അമല, അഹ്സനു അമല, അവർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, അവരുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് തയ്യാർ ചെയ്ത പ്രതിഫലം ഒരിക്കലും നമ്മൾ പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് 30-ാമത്തെ ആയത്താണ്. ഇനി 31-ാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി എന്നുള്ള ആയത്തിറങ്ങാനുള്ള കാരണം പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, 4 പാവപ്പെട്ട ജനങ്ങൾ, അവർ രാവും പകലും രാത്രിയും രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂടെ നിങ്ങൾ ക്ഷമയോടെ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണമെന്ന് റസൂലിനോട് പറഞ്ഞില്ലേ? അപ്പോൾ ആ റസൂലിനോട് പറഞ്ഞോടത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂൽ അവരെ അന്വേഷിച്ച് നടന്നു. എന്ത് പറഞ്ഞിട്ടാണ് നടക്കുന്നത്? അങ്ങനെ അവരെ കണ്ടെത്തി. ഇവർ അപ്പം സദസ്സിലുണ്ടായിരുന്നില്ല. ആയത്തിറങ്ങുന്ന സമയത്ത് അവിടെ സദസ്സിലില്ല. അങ്ങനെ സൽമാൻ ഫാരിസിനെയും ബിലാൽ, സുഹൈബ്, ഖബ്ബാബയും 3 പേരെയും കണ്ടെത്തി, 4 പേരെ. അപ്പോൾ റസൂല് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മൻ അമറനി റബ്ബി അൻ അസ്ബിറ നഫ്സി മഅഹും. സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹു തആല ഇതാക്കി ഈ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ആക്കിയതായിട്ട് എന്നോട് കൽപ്പിച്ചു. എന്ത്? മൻ അമറനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു.
അങ്ങനെയുള്ള ചിലരെ എൻ്റെ സമുദായത്തിൽ ഉണ്ടാക്കി തന്നു. എന്താ കൽപ്പിച്ചത്? അൻ അസ്ബിറ നഫ്സി മഅഹും, ഞാൻ ക്ഷമയോടെ എൻ്റെ നഫ്സിനെ, ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം അവരോടുകൂടെ എന്ന് എന്നോട് കൽപ്പിച്ച ചില ആളുകളുണ്ട് എൻ്റെ സമുദായത്തിൽ എന്ന് പറഞ്ഞിട്ട് അവരോട് കൂടെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ഇത് സൽമാനുൽ ഫാരിസി, ബിലാൽ, സുഹൈബ്, ഹബ്ബാബ് പാവപ്പെട്ട ജനങ്ങളായിരുന്നു, സ്വഹാബികളായിരുന്നവർ. അവരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ആര്? ഉയൈനത്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. അപ്പോൾ റസൂലിനൊരു ചെറിയൊരു പരിഗണന അവരുടെ സംസാരത്തിനുണ്ട് എന്ന് അള്ളാഹു മനസ്സിലാക്കിയതനുസരിച്ചാണ് ഈ ആയത്ത് ഇറക്കിയത്. അങ്ങനെ ആയത്ത് ഇറങ്ങിയപ്പോൾ അവരെ അന്വേഷിച്ച് റസൂൽ നടക്കുക. എന്നോട് കൽപ്പിച്ച് അവരുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ചില ആളുകൾ അവർ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അന്വേഷിച്ച് റസൂൽ നടന്നു. അവരെ കണ്ടെത്തിയപ്പോൾ അവരുടെ കൂടെ ഇരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഈ ആയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ 30 ആയത്തായി. ഇനി ഉള്ളത് നമുക്ക് 31 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലാവാം. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.